ഹായ് എവരി വൺ, വെൽക്കം ടു സോൾ ഓഫ് ക്രോഷേ. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ക്രോഷയുടെ ചില ഫൗണ്ടേഷൻ സ്റ്റിച്ചുകളെയാണ്. ആദ്യമായി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് 4mm ഒരു ഹുക്കാണ്. പിന്നെ 4 പ്ലൈ യാണുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് തന്നെ സ്ലിപ്പ് നോട്ട് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. സ്ലിപ്പ് നോട്ട് ഇടുന്നതിനായി ആദ്യം നൂലിനെ നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ അറ്റത്ത് ചെറുതായി ഒന്ന് റൗണ്ട് ചെയ്യുക. അതിനുശേഷം ആ റൗണ്ടിനെ പുറത്തേക്കെടുത്ത് അതിൻ്റെ അകത്തുകൂടെ നൂലിനെ പുറത്തേക്കെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ ഇതിനെയാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഇതാണ് സ്ലിപ്പ് നോട്ടിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ്. ഈ മെത്തേഡാണ് ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ഇടുന്നത് നോക്കാം. ചെയിൻ സ്റ്റിച്ചാണ് ഒരു ക്രോഷയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ചെയിൻ സ്റ്റിച്ച് ഇടാനായിട്ട് ആദ്യമേ യാൺ ഓവർ ചെയ്ത് നമ്മൾ റിങ്ങിൽ കൂടെ പുറത്ത് കൊണ്ടുവരുമ്പോൾ കിട്ടുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. നമ്മളിപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ചെയിൻ സ്റ്റിച്ചിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് വലിച്ചെടുക്കുന്ന വീണ്ടും ചെയ്തപ്പോൾ രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ച് ഇട്ടിരിക്കുന്നു. ഇനി വീണ്ടും ആ ചെയിൻ സ്റ്റിച്ചിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. വീണ്ടും വീണ്ടും യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കുക. അപ്പം നമ്മൾ യാണിനെ ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ ആണ് യാൺ വലിക്കുമ്പോൾ വന്നില്ല എങ്കിൽ നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുത്ത് വീണ്ടും അതേ മെത്തേഡ് കണ്ടിന്യൂ ചെയ്യുക. യാൺ ഓവർ, യാണിനെ പുറത്തേക്കെടുക്കുക. ചെയിൻ സ്റ്റിച്ച് ഇടുന്നത് വളരെ ഈസി മെത്തേഡാണ്. ഇത് ഏതൊരു ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഇട്ടിട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് സിമ്പിളായിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടാൻ സാധിക്കുന്നതാണ്. ചെയിൻ സ്റ്റിച്ച് ഇടുന്ന അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമല്ല. അങ്ങനെ ഞാൻ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഇട്ട് വച്ചിരിക്കുന്നു. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷയാണ്. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, അതായത് 1 SC എന്നാണ് സിംഗിൾ ക്രോഷേ അറിയപ്പെടുന്നത്. അതിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ കടത്തിവിട്ട് യാൺ ഓവർ ചെയ്ത് അതിനെ പുറത്തേക്കെടുത്ത് വീണ്ടും അപ്പോൾ 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിനെയും പുറത്തേക്ക് അകത്തുകൂടെ യാണിനെ കൊണ്ടുവരുന്നതിനാണ് ഒരു SC എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുക, ആ ഒരു യാണിൻ്റെ അടുത്ത് നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ യാണിനെ കയറ്റി അപ്പോൾ 2 യാൺ വന്ന് ആ യാണിൽ കൂടെ വേറൊരു യാണിനെ കടത്തിക്കൊണ്ട് വരുന്നതിനെയാണ് ഒരു SC എന്ന് പറയുന്നത്, അതായത് ഒരു സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഇടയ്ക്ക് ലൂസാകുമ്പോൾ നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് മുന്നോട്ട് ലൂസാകും, അപ്പോൾ നമ്മളൊന്ന് കൈ ഇളക്കി ഒന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ് ചെയ്യുന്നതിനായിട്ട്. തുടക്കത്തിൽ നമുക്ക് ചെറിയ വിഷമം തോന്നുമെങ്കിലും പിന്നീട് നമുക്കത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. യാൺ ഓവർ, 2 ലൂപ്സ്, പിന്നെ യാൺ ഓവർ 1 ലൂപ്പാക്കി മാറ്റുക. വീണ്ടും യാൺ ഓവർ, 2 ലൂപ്സ്, യാൺ ഓവർ 1 ലൂപ്പാക്കി മാറ്റുക. ഇതിനെയാണ് SC എന്ന് പറയുന്നത്. യാൺ ഓവർ, 2 ലൂപ്സ്, പിന്നെ 1 ലൂപ്പാക്കി. അതായത് സിംഗിൾ ക്രോഷേ ഇട്ടിട്ടുണ്ട്. ആ സിംഗിൾ ക്രോഷയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ബാക്കിയുള്ള ചെയിനിലും കൂടെ നമുക്ക് സിംഗിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ സിംഗിൾ ക്രോഷേ എങ്ങനെയാണ് ഇതിൽ നിന്നും എങ്ങനെയാണ് സ്റ്റിച്ചിനെ നിർത്തുന്നതെന്നും കൂടെ കാണിച്ചു തരാം. യാൺ ഓവർ ചെയ്ത് വീണ്ടും അതേപോലെ തന്നെ 2 ലൂപ്സ്, 1 ലൂപ്പിനെ പുറത്തെടുക്കുക,
ഭാഗത്തിനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മൊത്തം ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മൾ അവസാനത്തെ ചെയിൻ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിനെ സ്ലിപ്പ് നോട്ട് ഇട്ട് ക്ലോസ് ചെയ്യണം. അതായത് ഈ സ്റ്റിച്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി ആ കംപ്ലീറ്റ് ചെയ്ത സ്റ്റിച്ചിനെ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് ആ സ്റ്റിച്ചിനെ അവിടെ നിർത്തുകയാണ്. ആ നിർത്തുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, വീണ്ടും നമ്മൾ ലാസ്റ്റത്തെ സെയിം സ്റ്റിച്ചിലൂടെ തന്നെ യാൺ ഓവർ ചെയ്ത് യാണിനെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുവന്നതിന് ശേഷം തിരിച്ച് നമ്മൾ ആ കൊണ്ടുവന്ന യാണിനെ നമ്മൾ വീണ്ടും ആ യാണിനെ നമ്മൾ മറ്റേ യാണിൽ കൂടെ പുറത്ത് കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ അവിടെ അത് ലോക്കായി. ആ സ്റ്റിച്ചിനെ നമ്മളവിടെ ലോക്ക് ചെയ്ത് പിന്നീട് നമുക്ക് ബാക്കി കുറച്ച് യാണിനെ കട്ട് ചെയ്ത് ആ ഹുക്കിൽ കൂടെ വലിച്ച് വെക്കുമ്പോഴത്തേക്കിന് അതവിടെ ടൈറ്റായി ലോക്കാവും. പിന്നീട് ആ സ്റ്റിച്ചിങ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതവിടെ ലോക്കും ആയിട്ടുണ്ട്. ഇതാണ് ചെയിൻ സ്റ്റിച്ചും സിംഗിൾ ക്രോഷ്യ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ആയിട്ടുള്ള സ്റ്റിച്ചും നമ്മളിപ്പോൾ കണ്ടത്.